ആയുർവേദ ഡോക്ടറായ ശേഷം സന്യാസത്തെ പുൽകിയ ഡോക്ടർ സിസ്റ്റർ ഷാൻഡി തോമസിന്റെ ജീവിതം ഏത് ജീവിതാന്തസ്സിൽ നിന്നും സന്യാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാണ്. ഡോക്ടറായി 3 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സിസ്റ്റർ FCC സന്യാസ സമൂഹത്തിൽ ചേർന്നത്. ഞാൻ സിസ്റ്റർ ഷാൻഡി തോമസ്. ഞാനൊരു ആയുർവേദ ഡോക്ടറും കൂടിയാണ്. ഡോക്ടറായി ഒരു 3 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ സന്യാസത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഫ്രാൻസിസ്കൻ ക്രൈസ്റ്റ് സന്യാസിനി സമൂഹത്തിലെ സെയിൻറ്റ് ജോസഫ് പ്രൊവിൻസ് തലശ്ശേരിയിലെ ഒരംഗമാണ്. ഇപ്പോൾ ജ്യോതിഭവനിൽ പ്രൊവിൻഷ്യലേറ്റിൽ ജോലി ചെയ്യുന്നു. ഞാൻ സന്യാസത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡാഡിയും മമ്മിയും കുഞ്ഞേച്ചിയും ആങ്ങളെ ഇളയതാണ്. ഞങ്ങൾ 3 പേര് ചേർന്ന ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ആദ്യകാലത്ത് വലിച്ചാച്ചനും വലിയമ്മച്ചിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും ഇപ്പോൾ മരിച്ചുപോയി. ചെറുപ്പത്തിൽ ഒത്തിരിയേറെ ക്രൈസ്തവ മൂല്യമുള്ള മാസികകൾ വീട്ടിൽ മേടിച്ചു തരുമായിരുന്നു വായിക്കാൻ. അത് വായിച്ചു കഴിയുമ്പോൾ കൊച്ചിത്രേസ്യയെക്കുറിച്ചുള്ളതും മറ്റു വിശുദ്ധരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ ഒരു സന്യാസിയാകണം, വിശുദ്ധയാകണം എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. PDCക്ക് ചേർന്ന സമയത്ത് കുഞ്ഞേച്ചിയും ഞാനും തമ്മിൽ ഒരു 1.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ചേച്ചി PDCക്ക് ചേർന്ന സമയത്ത് പാല അൽഫോൻസയിലായിരുന്നു. അപ്പോൾ അവധി കഴിഞ്ഞ് വന്നപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ക്ലാര പുണ്യവതിയുടെയും 2 പുസ്തകങ്ങൾ കൊണ്ടുവന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പുസ്തകം വായിച്ചു തീർത്തു. എന്നെ വിഴുങ്ങുന്നൊരു അഗ്നി പോലെ ആ ഒരു പുസ്തകം വായിച്ചിരുന്ന സമയം മൊത്തം എൻ്റെ ഉള്ളിൽ വലിയൊരു തീക്ഷ്ണതയും ഈശോയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു സന്യാസി ആകണം എന്നൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്നു മുതൽ എൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ്, ഞാൻ സിസ്റ്റർ ആയിരുന്നെങ്കിൽ എന്തായാലും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു കോൺവെൻറ്റിലാണ് ചേരുക എന്നത്. അന്ന് FCCയെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വ്യക്തമായിട്ട് ബോധ്യമില്ലായിരുന്നു. ജീസസ് യൂത്ത് മൂവ്മെൻറ്റുമായിട്ടുള്ള ബന്ധം ഈശോയിലേക്ക് എന്നെ ഒത്തിരി വളർത്തി. ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും ഈശോയെ കൊടുക്കുവാൻ, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ഈശോയുടെ സ്നേഹം പകരാൻ, അവരോട് കരുണ കാണിക്കാൻ, അങ്ങനെ ഒരു ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് എന്നെ വളർത്തി. PDCക്ക് ശേഷം ഞങ്ങളുടെ ഹോസ്റ്റലിൽ സിസ്റ്റേഴ്സൊക്കെ വന്നിരുന്നു. ദൈവവിളി ക്യാമ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിലെ ഒരു ചിന്ത, ഞാൻ സിസ്റ്റർ ആകും, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. എപ്പോഴാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈശോയുടേതാകണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ടുമുട്ടിയ വൈദികരും സിസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ കുർബാന, വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുമ്പസാരം, ഓടിപ്പോയി നമ്മുടെ പാപങ്ങളും ഒക്കെ ഈശോയോട് ഏറ്റുപറഞ്ഞ് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാൻ, ഒത്തിരി ഒരുക്കത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റും അതിലെ ക്ലാസ്സുകളും പ്രാർത്ഥനകളും പ്രെയർ ഗ്രൂപ്പുകളും ഒക്കെ ഒത്തിരി സഹായകമായിരുന്നു. അതിനുശേഷം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ സുവോളജിക്ക് ചേർന്നു. അതിനുശേഷം ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഡോക്ടറായി കഴിഞ്ഞ് എങ്ങനെയാണ് സിസ്റ്റർ ആവുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡിഗ്രി പഠിക്കുക, ഫുൾ ടൈമർ ആകുക, അതിനുശേഷം ഈശോയുടേതാകുക, ഈ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ഒരു വലിയ ധ്യാനം അവിടെ വന്നു. ശരിക്കും ആത്മീയമായിട്ട് ഒത്തിരി സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു നാളുകളായിരുന്നു അത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഷിമോഗയിൽ ആയുർവേദ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. പഠനമൊക്കെ കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റേൺഷിപ്പിൻ്റെ ആദ്യത്തെ 6 മാസം ഷിമോഗയിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. കേരളത്തിലേക്ക് വന്ന സമയത്ത് വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം പൊങ്ങി വരാൻ തുടങ്ങി.
അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഡയറക്ടർ ആയിരുന്ന ഫാദർ ജോസ് തോട്ടാങ്കര, അച്ഛൻ MCBS ആണ്. അച്ഛനോട് ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, വെയിറ്റ് ചെയ്യുക, ഈശോയുടെ സമയമാകുമ്പോൾ തമ്പുരാൻ വിളിക്കും, അന്ന് നീ സമാധാനത്തോടെ കോൺവെൻറ്റിൽ ചേർന്നു വന്ന്. അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് ഒത്തിരി ശക്തിയായിരുന്നു. വീണ്ടും ഞാൻ ജോലി ആരംഭിച്ചു. കട്ടപ്പനയിൽ ആശ്രമം ആയുർവേദിക്സ് എന്ന ഒരു ക്ലിനിക്കിലായിരുന്നു. അന്ന് ജോലിക്ക് വേണ്ടി പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥന, കാരണം ഞങ്ങൾ ഷിമോഗയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സൺഡേയിൽ മാത്രമേ പള്ളിയിൽ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. മലയാളം കുർബാന സൺഡേയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ പള്ളികളൊക്കെ കയറി ഇറങ്ങും. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജിനി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ 2 മലയാളീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുർബാന കൂടണം, എന്നും കുർബാന കിട്ടുന്ന ഒരു സ്ഥലത്ത് ജോലി ലഭിക്കണം. അതുമാത്രമായിരുന്നു ഞാൻ ഈശോയോട് വെച്ച ഒരു ആവശ്യം. കട്ടപ്പനയിൽ 4 സ്ഥലങ്ങളിൽ കുർബാനയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈശോ കൊണ്ടാക്കിച്ചത്. അങ്ങനെ കട്ടപ്പനയിലെ ജോലി ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 2005 ഞാൻ സന്യാസ സമൂഹത്തിലേക്ക്, അതും FCCയിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുന്നത്. വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ആരും സമ്മതിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് കണ്ടപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും അത് അംഗീകരിച്ചു. അങ്ങനെ 2005 ജൂലൈ മാസത്തിലാണ് ഞാൻ FCCയിലേക്ക്, കുന്നോത്ത് മഠത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സമയത്ത് ബാക്കി അർത്ഥനികളൊക്കെയും മെയ് മാസത്തിലെത്തിയിരുന്നു. ഞങ്ങൾ 6 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡോക്ടറായിട്ട് കടന്നു വന്ന എന്നെ സ്വീകരിക്കാൻ എൻ്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നാളുകൊണ്ട് തന്നെ അവരിൽ ഒരാളായിട്ട് അവരോട് ഒന്നിച്ചു പോകാൻ ഈശോ എനിക്ക് കൃപ നൽകി. അങ്ങനെ 4 വർഷത്തെ പരിശീലന കാലഘട്ടം കഴിഞ്ഞ് 2009 നവംബർ 14 ഈശോയുടെ മണവാട്ടിയായിട്ട് ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയിൽ ഒരു കുഞ്ഞായി ഞാൻ ജനിച്ചു. ഒത്തിരി ആത്മീയ സന്തോഷം അനുഭവിച്ച നാളുകളായിരുന്നു അത്. അതിനുശേഷം 1 വർഷം കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ അധികാരികൾ വീണ്ടും ഞാൻ ചെയ്തിരുന്ന ആയുർവേദം പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചു. ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് തളിപ്പറമ്പിൽ PKM ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് പരിയാരം ആയുർവേദ കോളേജിൽ കോൺട്രാക്റ്റ് ബേസിൽ ജോലി കിട്ടുന്നത്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ആ ഒരു കാലയളവിൽ ഒരു സന്യാസിനിയായിട്ട് ആ കോളേജിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈശോയെ ഒത്തിരിയേറെ പേർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം ലഭിച്ചു. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് MDക്ക് വേണ്ടിയുള്ള എൻട്രൻസ് പഠനമൊക്കെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ ചുങ്കക്കുന്ന് ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ കോൺട്രാക്റ്റ് ബേസിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനും ഈശോ അവസരം നൽകി. 2013 മുതൽ 16 വരെ ആയുർവേദത്തിൻ്റെ MD പഠിക്കാനായിട്ട് SDM ഹസൻ കോളേജിലേക്ക് കടന്നുപോയി. അവിടെയും തമ്പുരാനെ കൊടുക്കാൻ, ഈശോയെ അറിയാത്ത അനേകം മക്കളുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി തീരാൻ ഈശോ അനുവദിച്ചു. 2017 മുതൽ 7 വർഷത്തേക്ക് പാലക്കാട് രൂപതയുടെ ആയുർപാലന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനും ഈശോ അനുവദിച്ചു. അതിനുശേഷം സ്വന്തം പ്രൊവിൻസിൽ തിരിച്ചെത്തിയ ഇപ്പോഴും പ്രാക്ടീസ് തുടർന്നുകൊണ്ട് പോകുന്നു. ഒരിക്കൽ ഒരു അഡ്വക്കേറ്റ് എന്നോട് ഇതേ ചോദ്യം ചോദിച്ച് ഒത്തിരി എന്നെ നിരുത്സാഹപ്പെടുത്തി. ഡോക്ടർ എന്തിനാണ് സിസ്റ്ററാകാൻ പോകുന്നത്? ഈ ഒരു ലോകത്തിൻ്റെ എല്ലാ
സന്തോഷങ്ങളും അനുഭവിക്കാൻ ദൈവം അവസരം തന്നു. അതൊക്കെ എന്തിന് വലിച്ചെറിയുന്നു? അപ്പോഴൊക്കെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ച ഈശോയുടെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ ഒരു സ്നേഹത്തിൽ നിന്നും ഒന്നിനും എന്നെ മാറ്റാനാവില്ല. ഇന്നും ആ ഒരു സ്നേഹം മാത്രമാണ് എന്നെ പ്രചോദിപ്പിക്കുന്നതും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും. ദൈവവിളി എന്ന കനലിനെ ഒരു കാറ്റിനും കെടുത്താനാകില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഡോക്ടർ സിസ്റ്റർ ഷാൻഡി തോമസ്. ഷാൻഡി തോമസിന്റെ ജീവിതം ദൈവവിളി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ്.